Hi students, let us start our math class. Today let us discuss some problems based on the last day's concept. Listen, the question is, draw a right triangle and the perpendicular from the midpoint of the hypotenuse to the base. First you have given one right triangle. Okay, the condition is draw a right triangle and the perpendicular from the midpoint of the hypotenuse to the base. അപ്പോൾ ഇവിടെയാണ് ഹൈപ്പോട്ന്യൂസ് ആ മിഡ് പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ബേസിലേക്ക് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്, പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. നെക്സ്റ്റ്, prove that the perpendicular bisects the bottom side of the large triangle. Third, prove that in the large triangle the distances from the midpoint of the hypotenuse to all the vertices are equal. Next, prove that the circumcenter of a right triangle is the midpoint of its hypotenuse. First, let us discuss first part. Prove that the perpendicular is half the perpendicular side of the large triangle. അപ്പോൾ ഈ perpendicular ഏതാണ്? The perpendicular from the midpoint of the hypotenuse to the base. അപ്പോൾ ഇതാണ് നമ്മളെ perpendicular. So let us name the triangle A, B, C. Then here M. Then this point is N. So what is the given condition? M is the midpoint of AC. M is the midpoint of AC. Okay. Then you have given the lines are perpendicular. That is MN and BC are perpendicular. So also we can say that the lines are parallel. So the given condition is MN and BC are perpendicular. Then also they are parallel. MN and BC are parallel. Okay. Did you remember our last result? Yes, what is that? In any triangle, a line drawn parallel to one side cuts the other two sides in the same ratio. അപ്പോൾ ഇവിടെ എം എനും ബി സി എന്താണ്, പാരലൽ ആണ്. അപ്പോൾ എം എൻ ബി സി പാരലൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ട്രയാങ്കിളിൻ്റെ ബാക്കി രണ്ട് സൈഡ്സുകൾ ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ആൾസോ വി ഹാവ് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. അപ്പോൾ എ സിൻ്റെ മിഡ് പോയിന്റ് എം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ത് വരിക, എൻ. ഓക്കെ, യൂസിങ് അവർ റിസൾട്ട് എന്തായിരുന്നു, ഒരു സൈഡിന് പാരലായിട്ട് നമ്മളൊരു ലൈന് വരച്ചിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിൻ്റെ കേസിൽ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈന് അടുത്ത രണ്ട് സൈഡ്സുകളെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ എം എം സി എന്ന് പറഞ്ഞ സൈഡ്സുകളുടെ റേഷ്യോ എ എൻ എൻ ബി അല്ലെങ്കിൽ ബി എൻ എന്ന് പറഞ്ഞ സൈഡ്സുകളുടെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ദ പെർപെൻഡിക്കുലർ ഫ്രം ദി മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ന്യൂസ് ടു ദ ബേസ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എ സിൻ്റെ മിഡ് പോയിന്റ് ആണ്, അവിടെ നിന്നാണ് താഴേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എ സിൻ്റെ മിഡ് പോയിന്റ് എം ആണെങ്കിൽ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് പറയാം, എ ബിൻ്റെ മിഡ് പോയിന്റ് ആണ് എൻ. അപ്പോൾ എൻ ഈസ് ദ midpoint of AB. Okay, then what is our next result? The length of the line joining the midpoints of any two sides of a triangle is parallel to the third side. Then one more condition, ആ തേർഡ് സൈഡിൻ്റെ ഹാഫ് ആണ് എന്ത് വരിക, ആ ജോയിൻ ചെയ്ത ലൈൻ വരിക. ഓക്കെ, പാരലലും ആയിരിക്കും, അതേപോലെ എന്താണ് ഹാഫും ആയിരിക്കും. സോ വാട്ട് ഈസ് അവർ ഫസ്റ്റ് പാർട്ട്? Prove that the perpendicular is half the perpendicular side of the large triangle. അപ്പോൾ ഇവിടുത്തെ പെർപെൻഡിക്കുലർ സൈഡ്, ലാർജ് ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ സൈഡ് ബി സി.
അപ്പോൾ ബി സിൻ്റെ ഹാഫ് ആണ് എന്ത് വരിക? എം എൻ. വി ക്യാൻ റൈറ്റ് എം എൻ ഈക്വൽസ് ഹാഫ് ഓഫ് ബി സി. ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട്? ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈന് തേർഡ് സൈഡിൻ്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. അതേപോലെ തേർഡ് സൈഡിന് പാരലൽ. അവിടെ ഓൾറെഡി നമുക്ക് പാരലലാണ്, കാരണം ബി സി എം എന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ബി സിയും എം എനും എന്താണ്? പാരലലും ആണ്. ഓക്കെ. പിന്നെ എം മിഡ് പോയിന്റ് ഓഫ് എ സി ആണ്. നമ്മളെ റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാം? എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഓക്കെ. അപ്പോൾ എമ്മും എന്നും എ സി എ ബി എന്ന് പറഞ്ഞ സൈഡ്സുകളുടെ മിഡ് പോയിന്റ് ആണ്. എം എൻ ഈസ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എം ആൻഡ് എൻ. സോ ബി സിൻ്റെ ഹാഫ് ആണ് എന്ത് വരിക? എം എൻ, ബൈ യൂസിങ് അവർ റിസൾട്ട്. ഓക്കെ. സോ ദ ഫസ്റ്റ് പ്രൂഫ് ഈസ് ഓവർ. ദ പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. അതായത് ബി സിൻ്റെ ഹാഫ് ആണ് എം എൻ. ഈ പെർപെൻഡിക്കുലർ എന്തായിരുന്നു? വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോന്യൂസിൻ്റെ മിഡ് പോയിന്റ് ബോട്ടം സൈഡിലേക്ക് വരച്ചിട്ടുള്ളതാണ് അല്ലേ ഈ പെർപെൻഡിക്കുലർ എം എൻ. അപ്പോൾ എം എൻ ഈസ് ഹാഫ് ഓഫ് ബി സി. Next, our second part, prove that the perpendicular bisects the bottom side of the large triangle. Okay, A, B, C. Here M and N. Okay. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പെർപെൻഡിക്കുലർ എന്താണ്? ദ പെർപെൻഡിക്കുലർ ബൈസെക്സ് ദ ബോട്ടം സൈഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. അതാണ് വലിയ ട്രയാങ്കിളാണ് എ ബി സി. അപ്പോൾ ആ ട്രയാങ്കിളിലെ ബോട്ടം സൈഡ് എ ബി. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എം എൻ എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ എ ബിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? എം എൻ എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുന്നു? എ ബിയെ ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത്? യെസ്, ഹിയർ യു ഹാവ് ഗിവൺ എം എൻ ആൻഡ് ബി സി ആർ പെർപെൻഡിക്കുലർ, സോ ദേ ആർ പാരലൽ ഓൾസോ അല്ലേ? അപ്പോൾ ബി സിയും എം എനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബി സിയും എം എനും എന്ത് തന്നെയാണ്? പാരലൽ തന്നെയാണ്. ദെൻ വി ഹാവ് ഗിവൺ ദാറ്റ് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈന് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് സൈഡുകൾ എന്ത് ചെയ്യും? അത് ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എം എം സി എന്ന് പറഞ്ഞ റേഷ്യോയും അതേപോലെ എ എൻ ബി എൻ എന്ന് പറഞ്ഞ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. ഇനി എ എം എം സി എന്ന് പറഞ്ഞ ലെങ്ത്തുകൾ ഈക്വൽ ആണ്. വൈ? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി അല്ലേ? അപ്പോൾ എ സി എന്ന ഹൈപ്പോന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആണ് എം. സോ എ എമ്മും എം സിയും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എൻ ഈക്വൽസ് ബി എൻ. ഓക്കെ. എ എൻ ഈക്വൽസ് ബി എൻ. വാട്ട്സ് മീനിങ്? യെസ്, എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഓക്കെ. അപ്പോൾ എം മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ എൻ എ ബിൻ്റെ എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. കാരണം എം എൻ ആൻഡ് ബി സി ആർ പാരലൽ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ? സെക്കൻഡ് പാർട്ട്, പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ ബൈസെക്സ് ദ ബോട്ടം സൈഡ് ഓഫ് ദി large triangle. So we can say that the perpendicular line MN bisects the line or the bottom side AB. Here we have got AN equals NB or BN. Okay. Third part, prove that in the large triangle the distances from the midpoint of the hypotenuse to all the vertices are equal. വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോന്യൂസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഓരോ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസുകൾ എന്താണ് നോക്കണം? ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഹിയർ എ ബി സി ആണ് എന്ത് വരുന്നത്? ലാർജ് ട്രയാങ്കിൾ അല്ലേ? ലാർജ് ട്രയാങ്കിൾ ആണ് എ ബി സി. വിച്ച് ആർ ദ വെർട്ടിസസ്? എ ബി ആൻഡ് സി. ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? The distances from the midpoint of the hypotenuse to all the vertices are equal. അപ്പോൾ ഹൈപ്പോന്യൂസിൻ്റെ മിഡ് പോയിന്റ് ഏതാണ്? എം ആണ് അല്ലേ? എ സി ആണ് ഇവിടുത്തെ ഹൈപ്പോന്യൂസ്. ട്രയാങ്കിൾ എ ബി സിയിൽ എ സി ഈസ് ദ
hypotenuse. Then M is the midpoint of the hypotenuse AC. ഇനി നമുക്ക് എമ്മിൽ നിന്ന് സിയിലേക്കും എയിലേക്കും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് നോക്കണം, ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അറിയാം എ സിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ത്, എം. അത് നമുക്ക് തന്ന കണ്ടീഷനാണ് അല്ലേ. എം ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് എ സി. എം ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് എ സി നമുക്ക് തന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് എന്തെഴുതാം, എ എം ഈക്വൽസ് എം സി. അതായത് ഇവിടുത്തെ ഈ മിഡ് പോയിന്റിൽ നിന്ന് എയിലേക്കും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് ഇപ്പോൾ, ഈക്വൽ ആണ്. ഇനി എന്താ നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ബിയും എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് നോക്കിയാൽ മതി. അതാണ് ഹൈപ്പോട്ന്യൂസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എ എം എം സി അതിനോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഫോർ ദാറ്റ് ജസ്റ്റ് ജോയിൻ എം ആൻഡ് ബി. ഓക്കെ, ജോയിൻ ബി എം. Now we get two right triangles here. Which are the triangles? Triangle AMN and triangle BMN. Okay. Then consider triangle AMN and triangle BMN. ഈ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, എ എന്നും ബി എന്നും എന്താണ്, ഈക്വൽ ആണ്. അത് നമുക്ക് ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഒക്കെ കിട്ടിയ കാര്യമാണ് അല്ലേ. എ എൻ ഈക്വൽസ് ബി എൻ, അത് നമുക്ക് അറിയുന്ന കണ്ടീഷനാണ്. ദെൻ നെക്സ്റ്റ് എം എൻ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിൻ്റെ എന്താണ്, കോമൺ സൈഡ്. ഇപ്പം എം എൻ ഈക്വൽസ് എം എൻ. ഓക്കെ, എ എൻ ഈക്വൽസ് ബി എൻ, എം എൻ ഈക്വൽസ് എം എൻ, ദറ്റ് ഈസ് ദ കോമൺ സൈഡ്. ഇനി ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആണ് ഓൾറെഡി തന്നതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ആംഗിൾ ഹിയർ ഇവിടെ എന്താണ്, 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, എ എന്നിൻ്റെ എം എന്നിൻ്റെ ഇടയിലുള്ള ആംഗിൾ അതേപോലെ ബി എന്നിൻ്റെ എം എന്നിൻ്റെ ഇടയിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലേ. ടു സൈഡ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പോൾ രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, തേർഡ് സൈഡ്സ് ആർ ഈക്വൽ. വിച്ച് ആർ ദ തേർഡ് സൈഡ്സ്? ഇവിടെ നമുക്ക് എ എമ്മും ബി എമ്മും എന്താണെന്ന് കിട്ടും, ഈക്വൽ ആണെന്ന് കിട്ടും. എ എം ഈക്വൽസ് ബി എം, എ എമ്മും ബി എമ്മും എന്താണ്, ഈക്വൽ ആണ്. സോ വാട്ട് ഈസ് അവർ ഫസ്റ്റ് കണ്ടീഷൻ, എ എം ഈക്വൽസ് എം സി. അപ്പോൾ എ എം എം സിയും ഈക്വൽ ആണ്, അതേപോലെ എ എമ്മും ബി എമ്മും ഈക്വൽ ആണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാൻ പറ്റും, എ എം ഈക്വൽസ് ബി എം ഈക്വൽസ് എം സി. ഓക്കെ, എ എമ്മും എം സിയും ഈക്വൽ ആയിരുന്നു, അതേപോലെ ഇപ്പോൾ നമുക്ക് എ എമ്മും ബി എമ്മും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ് us conclude that എ എം ഈക്വൽസ് ബി എം ഈക്വൽസ് എം സി. അപ്പോൾ എ എമ്മും എം സിയും അതേപോലെ ബി എമ്മും എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം, ഈ എം എന്ന പോയിന്റിൽ നിന്ന് എയിലേക്കും സിയിലേക്കും അതേപോലെ ബിയിലേക്കുള്ള ഡിസ്റ്റൻസുകൾ എന്താണ്, സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ട്, പ്രൂവ് ദാറ്റ് ദ സർക്കംസെൻറ്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൽ സർക്കംസെൻറ്റർ വരിക എന്തെവിടെയാണ്, ഹൈപ്പോട്ന്യൂസിൻ്റെ മിഡ് പോയിന്റിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ, റൈറ്റ് ട്രയാങ്കിളിൽ സർക്കിൾ വരച്ചതല്ലേ. അവിടെ നമ്മൾ കണ്ടിരുന്നു ഹൈപ്പോട്ന്യൂസിൻ്റെ മിഡ് പോയിന്റിലാണ് സർക്കംസെൻറ്റർ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്, എ എം ഈക്വൽസ് ബി എം ഈക്വൽസ് സി എം ഓർ എം സി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ എ എം ബി എം എം സി ആ മൂന്ന് ലെങ്ത്തുകളും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ വെച്ച് സർക്കിൾ വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എ ബി സി എന്ന വെർട്ടെക്സിലൂടെ ആ സർക്കിൾ പാസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ് എ എം ബി എം സി എം എന്നൊക്കെ പറയുന്നത് എന്താണ്, സർക്കിളിൻ്റെ റേഡിയസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എ എം ബി എം സി എം എന്ന് പറഞ്ഞ ലെങ്ത്തുകൾ ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് വെർട്ടെക്സിലൂടെ ഒരു സർക്കിൾ വരക്കാം. ഓക്കെ, അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞത് എന്തായിരുന്നു, റൈറ്റ് ട്രയാങ്കിൾ. സോ നമുക്ക് എന്ത് പറയാം,
The circumcenter of a right triangle is the midpoint of its hypotenuse. Next question. In the parallelogram ABCD, the line drawn through a point P on AB parallel to BC meets AC at Q. The line through Q parallel to AB meets AD at R. Prove that AP by PB equals AR by RD. You have given ABCD is a parallelogram, then BC and PQ are parallel. Also QR and CD are parallel. The line drawn through a point P on AB. അപ്പോൾ നമ്മൾ P on AB എന്നുള്ള ലൈനാണ് PQ അല്ലേ? meets AC at Q. The line through Q parallel to AB meets AD at R. അപ്പോൾ അതിൽ പി ക്യു ബി സി എന്താണ് പാരലലാണ്, അതേപോലെ ക്യു ആർ സി ഡിയും എന്താണ് പാരലലാണ്. അപ്പോൾ എ ബിക്ക് പാരലലാണ് സി ഡി. ഇതാണ് ഇവിടെ പറയുന്നത് ദ ലൈൻ ത്രൂ ക്യു പാരലൽ ടു എ ബി. പാരലൽ ടു എ ബി എന്ന് പറയുമ്പോൾ ഇവിടെ ക്യു ആർ അല്ലേ, അല്ലെങ്കിൽ സി ഡിക്ക് പാരലൽ. പാരലോഗ്രാം ആയതുകൊണ്ട് എ ബിയും സി ഡിയും പാരലലാണ്. ദെൻ മീറ്റ്സ് എ ഡി അറ്റ് ആർ. ആർ എന്ന പോയിന്റിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഏതാ പിയിൽ, എ ബിയിലെ പോയിന്റാണ് പി. നെക്സ്റ്റ് വി ഹാവ് ഗിവൺ ബി സി ആൻഡ് പി ക്യു ആർ പാരലൽ. ഓക്കെ, ബി സിയും പി ക്യൂവും പാരലലാണ്. നമുക്ക് ഈ ഫിഗർ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയാലോ. ഹിയർ എ ബി ദെൻ സി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരച്ചാൽ ഇവിടെ എന്ത് കിട്ടും? പി ക്യു. ഇനി ബി സി ആൻഡ് പി ആർ പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് ഏത്? പി ക്യു. അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദ അതർ ടു ലൈൻസ് കട്ട്സ് ഇൻ ദ സെയിം റേഷ്യോ അല്ലേ. ബാക്കി രണ്ട് സൈഡുകൾ എന്ത് ചെയ്യുന്നു? സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എന്താ കിട്ടുക? എ പി ബൈ പി ബി ഈക്വൽസ് എ ക്യു ബൈ ക്യു സി. അപ്പോൾ നമ്മൾ റിസൾട്ട് യൂസ് ചെയ്താൽ എ പി ബൈ പി ബി ഈക്വൽസ് എ ക്യു ബൈ ക്യു സി എന്ന് എഴുതാം. ബി സി ആൻഡ് പി ക്യു ആർ പാരലൽ. സിമിലർലി ലെറ്റ് us draw the second figure. Here A then C. അപ്പോൾ ഇങ്ങനെ ഒരു പാരലൽ ലൈനാണ് നെക്സ്റ്റ് വരുന്നത്. ക്യു ആർ. ഹിയർ ഡി. By using this figure we can write AR by RD equals AQ by QC. Why? Here CD and QR are parallel. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബിക്ക് പാരലൽ ആയിട്ടാണ് ഈ ലൈൻ ക്യു ആർ വരുന്നത്. അപ്പോൾ എ ബിക്ക് ഓൾറെഡി സി ഡി പാരലലാണ് തന്നിട്ടുള്ളത് പാരലോഗ്രാം ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ക്യു ആർ ആൻഡ് സി ഡി ആർ പാരലൽ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് QR and CD are parallel. So എഴുതാം, എങ്ങനെ എഴുതാം? AR by RD equals AQ by QC. Okay. Now combine these two results. AP by PB equals AQ by QC and also AR by RD equals AQ by QC. അപ്പോൾ രണ്ടിനും എന്ത് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്? എ ക്യു ബൈ ക്യു സി. അപ്പോൾ നമുക്കിത് രണ്ടും ഇക്വേറ്റ് ചെയ്യാമല്ലോ. എ പി ബൈ പി ബി എന്ന് പറഞ്ഞാലും എ ക്യു ബൈ ക്യു സിക്ക് ഈക്വൽ ആണ്. അതേപോലെ എ ആർ ബൈ ആർ ഡി എന്ന് പറഞ്ഞാലും എ ക്യു ബൈ ക്യു സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്തെഴുതാം? എ പി ബൈ പി ബി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഈസ് എ പി ബൈ പി ബി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. എ പി ബൈ പി ബി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി. ഓക്കെ, hence the proof. Today's class is over. Thank you.